ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെൽപ്പാടങ്ങളുള്ള പെരിങ്ങര പഞ്ചായത്തിലെ കൃഷിഭവൻ നാഥനില്ല കളരിയായി മാറുന്നു. 2018 പ്രളയത്തിൽ തകർന്ന കെട്ടിടത്തിന് പകരം പുതിയത് പണിയാൻ തുക അനുവദിച്ചുവെങ്കിലും നിർമ്മാണം പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത വാടക കെട്ടിടത്തിലാണ് കൃഷിഭവന്റെ പ്രവർത്തനം. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നെൽപ്പാടങ്ങളുള്ള അപ്പർ കുട്ടനാടൻ മേഖല ഉൾപ്പെടുന്ന പഞ്ചായത്താണ് തിരുവല്ല പെരിങ്ങര. നൂറുകണക്കിന് കർഷകർ ആശ്രയിക്കുന്ന പെരിങ്ങര കൃഷിഭവൻ ഇന്ന് അവഗണനയുടെ നടുവിലാണ്. 2018 മഹാപ്രളയത്തിലാണ് കൃഷിഭവന്റെ പഴയ കെട്ടിടം പൂർണ്ണമായും ബലക്ഷയത്തിലായത്. തുടർന്ന് അവിടെ നിന്നും മാറി 1 കിലോമീറ്റർ അകലെയുള്ള സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു വാടക കെട്ടിടത്തിലാണ് കൃഷിഭവൻ ഇപ്പോൾ താൽക്കാലികമായി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 2018 ഉണ്ടായ പ്രളയം മൂലം ഈ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തരമായി പുതിയ കെട്ടിടം പണിയാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ 60 ലക്ഷം രൂപയാണ് പെരിങ്ങര കൃഷിഭവൻ പണിയുന്നതിന് 60ഉം നേരണം കൃഷിഭവൻ പണിയുന്നതിന് വേണ്ടി 55 ലക്ഷം രൂപ ഈ 2 കൃഷിഭവനാണ് ജില്ലയിൽ മോഡലായി പണിയുന്നതിന് വേണ്ടി ക്രമീകരണം ചെയ്തത്. പക്ഷേ 2 കൃഷിഭവന്റെയും നിർമ്മാണം നടത്താൻ കഴിഞ്ഞില്ല. 2 കൃഷിഭവനും പുതിയ നിർമ്മിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ വാടക കെട്ടിടത്തിലേക്ക് മാറി. ഇപ്പം പഴയ കെട്ടിടവും ഇല്ല, അവിടുത്തെ അതിന്റെ ഫൗണ്ടേഷൻ പോലും ഇല്ല, അത് മണ്ണ് വരെ വാരിക്കൊണ്ടുപോയി. പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കാൻ സർക്കാർ തുക അനുവദിച്ചിരുന്നതാണ്. എന്നാൽ 4 തൂണുകളും കോൺക്രീറ്റ് മേൽക്കൂരയും മാത്രമാണ് പണിതു തീർക്കാനായത്. നിലവിൽ നിർമ്മാണം പൂർണ്ണമായി നിലച്ച ഈ പ്രദേശം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരുടെ അവരുടെ ഒരു തട്ടകമായി, അവരുടെ കേന്ദ്രമായി ഇവിടെ മാറുകയാണ്. കഞ്ചാവ് വിൽപ്പനയും അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്നിന്റെ അടിമകളായ അനേകം ചെറുപ്പക്കാർ ഒത്തുചേരുന്ന ഒരു പ്രദേശമായി ഇത് മാറി. ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളം ആയിട്ടുള്ള സ്ഥലമല്ല. ഇത് മറിച്ച് പാവപ്പെട്ട കൃഷിക്കാരന്റെ ഉന്നമനത്തിന് വേണ്ടി കൃഷിഭവൻ പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് ഇപ്പം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയ ഈ പ്രവർത്തനം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. കൃഷിഭവൻ നിർമ്മാണത്തിന് വേണ്ടി ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകും. അതിന് ഗവൺമെന്റ് അധികാരികളുടെ നിവേദനം നൽകിയിട്ടുണ്ട്. അതിന് നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറും. അപ്പർ കുട്ടനാടൻ മേഖലയിലെ കാർഷിക പ്രതിസന്ധികൾക്ക് പരിഹാരം കാണേണ്ട കൃഷിഭവൻ തന്നെ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാകുമ്പോൾ കർഷകർ ആരോട് പരാതി പറയും? തങ്ങളുടെ കാർഷിക ആവശ്യങ്ങൾക്ക് സമീപിക്കാനാകുന്ന രീതിയിൽ കൃഷിഭവൻ വീണ്ടും തിരികെ വരണമെന്ന ആവശ്യമാണ് പെരിങ്ങരയിലെ കർഷകർക്ക് പറയാനുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.